നമസ്കാരം. പ്രധാന വാർത്തകൾ. മൗനം വെടിഞ്ഞ് സുരേഷ് ഗോപി. ആരോപണങ്ങളുമായി രംഗത്തു വന്ന വാനരന്മാർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം താൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി. പ്രത്യാശയുടെ ചിങ്ങം പിറന്നു. ഇനി ആഹ്ലാദാരവങ്ങളുടെ ഓണക്കാലം. മലയാളത്തിന് ഇത് പുതുവത്സര പിറവിയും പുത്തൻ നൂറ്റാണ്ടിന്റെ ആരംഭവും. ചിങ്ങം 1 കേരളം കർഷക ദിനമായി ആചരിക്കുന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്യവ്യാപകമായും സംസ്ഥാനത്താകെയും സമഗ്രമായ ചർച്ചകൾ അനിവാര്യമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. ചിങ്ങം 1 കണ്ണീർ ദിനമായി ആചരിച്ച് കർഷക കോൺഗ്രസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വഞ്ചനയ്ക്കെതിരെ വൻ പ്രതിഷേധം. കർഷക വഞ്ചനയ്ക്കെതിരെ കുഴൽമന്ദത്ത് സർക്കാരിന്റെ പ്രതീകാത്മക ശവദാഹം നടത്തി ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി. വാളയാറിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 വീട്ടമ്മമാർ മരിച്ചു. അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. ഒരു കുട്ടിയുടെ നില ഗുരുതരം. അപകടം 2 കുടുംബങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിറകിലിടിച്ച്. ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ അഭൂതപൂർവമായ തിരക്ക്. ദർശനത്തിനും വിവാഹത്തിനുമായി ഗുരുവായൂരിലെത്തിയത് ആയിരങ്ങൾ. ചിങ്ങം 1 നടന്നത് 162 വിവാഹങ്ങൾ. വാർത്തകൾ വിശദമായി. മൗനം വെടിഞ്ഞ് സുരേഷ് ഗോപി. ആരോപണങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വാനരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ മറുപടി പറയില്ല. മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്തം ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കൂ. അല്ലെങ്കിൽ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് ചോദിച്ചാൽ മതി. ഇവിടെ കുറച്ച് വാനരന്മാർ ആരോപണമുന്നയിക്കലുമായി ഇറങ്ങി. അവരൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാറിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 വീട്ടമ്മമാർ മരിച്ചു. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. വാളയാർ ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ വാഹനം ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 പേർ മരിച്ചു. തമിഴ്നാട് ചെന്നൈ പെരുമ്പം സ്വദേശികളായ 2 കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ലാവണ്യ 40 വയസ്സ്, മലർ 40 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ലാവണ്യയുടെ ഭർത്താവ് സായി റാം 48 വയസ്സ്, ഇദ്ദേഹത്തിൻ്റെ 8 വയസ്സുള്ള കുട്ടി, മലരിൻ്റെ 2 കുട്ടികൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ തലയ്ക്കാണ് പരിക്ക്. ശെൽവനാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് പരിക്കില്ല. രാവിലെ 5:45 സംഭവം. കാക്കനാട് വെച്ച് നടന്ന കുട്ടികളുടെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടമുണ്ടായത്. 2 പുരുഷന്മാരും അവരുടെ ഭാര്യമാരും 3 കുട്ടികളുമായി 7 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സ്ത്രീകൾ ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന 3 പേരെ കഞ്ചിക്കോട് അഗ്നിരക്ഷാസേന പുറത്തെടുത്ത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു പുരുഷനെയും 3 കുട്ടികളെയും പാലക്കാട് PIMS ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാഴക്കോട് രോഗിയുമായി പോകുകയായിരുന്ന 108 ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. രോഗിയുമായി തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും കാറുമാണ് കൂട്ടിയിടിച്ചത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ വാഴക്കോട് BRCക്ക് മുൻവശമുള്ള ഇന്ദിരാഗാന്ധി റോഡിന് സമീപമായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്നവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.
ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. കാർ തിരിക്കുന്നതിനിടയിലായിരുന്നു അപകടമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈ സമയം ഇതുവഴി പോയിരുന്ന UR പ്രദീപ് MLAയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B തങ്കപ്പനും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രതീക്ഷയുടെ പൂവിളിയുമായി ചിങ്ങം പിറന്നു. മലയാളത്തിന് ഇത് പുതിയ നൂറ്റാണ്ടിൻ്റെ ആരംഭം കൂടിയാണ്. കൊല്ലവർഷത്തിലെ പുതിയ നൂറ്റാണ്ടിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ചിങ്ങം 1 കേരളം കർഷക ദിനമായി ആചരിക്കുകയാണ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൃഷിഭവനുകളുമായി ചേർന്ന് വിപുലമായ രീതിയിലാണ് കർഷക ദിനം ആഘോഷിക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്യത്തിനകത്തും സംസ്ഥാനത്തിനകത്തും സമഗ്രമായ ചർച്ച അനിവാര്യമാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഷൊർണൂർ നഗരസഭ കൃഷിഭവന്റെ കർഷക ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. രാവിലെ ടൗണിൽ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഷൊർണൂർ നഗരസഭ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് കർഷക ദിനം സംഘടിപ്പിച്ചത്. രാവിലെ ടൗണിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടുകൂടിയായിരുന്നു തുടക്കം. തുടർന്ന് ഷൊർണൂർ വികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാചരണ പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. പുതിയ ആളുകൾ കാർഷിക മേഖലയിലേക്ക് കടന്നുവരുന്നില്ല. ഇക്കാര്യം സർക്കാർ ശ്രദ്ധിക്കണമെന്ന് MP പറഞ്ഞു. ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട കാലമാണ്. ജില്ലയിൽ കാർഷിക പാക്കേജ് വേണമെന്ന് താൻ പാർലമെന്റിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്യത്തിനകത്തും സംസ്ഥാനത്തിനകത്തും സമഗ്രമായ ചർച്ച അനിവാര്യമാണെന്നും MP പറഞ്ഞു. കർഷകരെയും കർഷക സംഘടനകളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണമെന്നും MP കൂട്ടിച്ചേർത്തു. നമ്മുടെ ജില്ലയിലും നമുക്ക് പണ്ടുണ്ടായിരുന്ന ജലവിതരണ പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഇറിഗേഷൻ പ്രോജക്റ്റുകളൊക്കെ എന്ന് വെച്ചാൽ ആവശ്യമായ ഫണ്ടില്ലാണ്ട് പലതും മുടങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രോജക്റ്റ്. വർഷങ്ങളായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഭാഗികമായിട്ടാണ്, പൂർണ്ണതോതിലല്ല. പൂർണ്ണമായിട്ടും കമ്മീഷൻ ചെയ്താൽ 10,000-കണക്കിന് കർഷകർക്ക് ഗുണം ചെയ്യുകയാണ്. നമ്മുടെ മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പാലക്കാട് ജില്ല തന്നെ കൃഷിക്ക് ഏറ്റവും പേര് കേട്ട സ്ഥലമാണ്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുള്ളതാണ്. നമ്മളല്ല, നമ്മുടെയൊക്കെ പൂർവികർ എത്രയോ മുമ്പേ ഉള്ള സർക്കാരുകൾ വിഭാവനം ചെയ്ത പദ്ധതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റതൊക്കെ അറ്റകുറ്റപ്പണിയാണ്, പുതിയ പദ്ധതികളല്ല, അറ്റകുറ്റപ്പണിയാണ്. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രദേശത്തുമുള്ള നീർച്ചാലുകൾ തുടങ്ങി, കനാലുകൾ തുടങ്ങി, ജലസ്രോതസ്സുകളൊക്കെ പലതും മുടങ്ങിക്കിടക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. ഫണ്ടിൽ നഗരസഭാ പരിധിയിലെ 25ഓളം കർഷകരെ ചടങ്ങിൽ MP ആദരിച്ചു. കൂടാതെ അവാർഡ് വിതരണവും ഉണ്ടായിരുന്നു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ P സിന്ധു, SG മുകുന്ദൻ, K ലക്ഷ്മണൻ, ഹസീന അഷ്റഫ്, ഫാത്തിമത്ത് ഫർസാന തുടങ്ങിയവർക്ക് പുറമെ MS സിനീഷ്, വിജയ് പ്രകാശ് ശങ്കർ, K അശോകൻ, C ബിജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. C ബാലകൃഷ്ണൻ സ്വാഗതവും വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാണിയംകുളം പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടികൾ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ V സിന്ധു, VP പ്രകാശൻ, സുജിത് P രാജ്, EP രഞ്ജിത്ത്, KS മഞ്ജിമ, കൃഷി ഓഫീസർ C സായി പാർവതി, CPM ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് T സുനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി PT സുരേഷ്, കൃഷി അസിസ്റ്റന്റ് R രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ വിളംബര ഘോഷയാത്ര നടന്നു. ടൗണിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് ഹാൾ പരിസരത്ത് സമാപിച്ചു. കർഷക ദിനാചരണം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് T ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഷിബില K സ്വാഗതം പറഞ്ഞു. പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത 28 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
കെ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം, എം ബിന്ദു, കർഷക പ്രതിനിധി അച്യുതൻകുട്ടി, പി എസ് രാധാകൃഷ്ണൻ, എ കെ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് പ്രമോദ് കൃഷ്ണൻ നന്ദി പറഞ്ഞു. 200-ലേറെ കർഷകർ പങ്കെടുത്തു. ADS അംഗം ഷീബയും സംഘവും ശിവദം സംഘവും കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. സ്വാഗത സംഘമൊരുക്കിയ വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. വിളംബര ജാഥ, കർഷകരുടെ ഒത്തുചേരൽ, മികച്ച കർഷകരെ ആദരിക്കൽ, കാർഷിക സെമിനാർ എന്നിവ നടന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണം പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓങ്ങല്ലൂർ ശാഖ, കാർഷിക വികസന സമിതി, പാടശേഖര സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു കർഷക ദിനാചരണം. ഓങ്ങല്ലൂർ സെൻട്രലിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിളംബര ജാഥയായാണ് ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ വി ഹാര്യകൃഷ്ണ സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ, SBI ഓങ്ങല്ലൂർ മാനേജർ T അജിൽ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രസന്ന, വി സൈദലവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത്, കെ പുഷ്പലത, ജലജ ശശികുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് അലി, മുജീബ്, ഹസീന, രാജേഷ്, PV രമേഷ് കുമാർ, വി സുധാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർഷക സെമിനാറും നടന്നു. CP സൈനുദ്ദീൻ, രാധാകൃഷ്ണൻ, KT രാമചന്ദ്രൻ, സുമതി, വിജയൻ, M കുഞ്ഞിലക്ഷ്മി, ഹംസ, TK ഭാസ്കരൻ, കോപ്പൻ നായർ, M തങ്കം, മുസ്തഫ, വിജയൻ, മാസ്റ്റർ S നവനീത് എന്നീ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ശരിയാണെന്ന് കുറച്ച് ശരിയല്ല. അത് ഒറ്റ ശരി എന്ന് പറയുന്നത് 2024-25 മെയ് മാസം 10-ാം തീയതി വരെയുള്ള നെല്ലെടുത്തവർക്ക് വില കിട്ടിയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം PRS കിട്ടിയ ആർക്കും നെല്ലിൻ്റെ വില കിട്ടിയിട്ടില്ല. അത് വസ്തുതയാണ്, ഞങ്ങൾ നിരസിക്കുന്നില്ല. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഓരോ നെൽമണികളും സർക്കാർ ഏറ്റെടുത്ത് കൃഷിക്കാരെ സഹായിക്കുന്ന നയം ഈ കേരളത്തിൽ മാത്രമാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നാളിതുവരെയും സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം നാഷണലൈസ്ഡ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഒരു കൺസോർഷ്യം രൂപീകരിച്ച് അവർ വഴിയാണ് പണം അല്ലെങ്കിൽ നെല്ലിന്റെ വില വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. 16 കർഷകരെയും SSLC+2 പരീക്ഷകളിൽ വിജയിച്ച കർഷകരുടെ മക്കളെയും ഉപഹാരം നൽകി ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, ER ശശി, രാജൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കർഷകൻ നാരായണൻകുട്ടി, മികച്ച സ്ത്രീ കർഷക ദേവകി, മികച്ച SC കർഷക കമലം, മികച്ച കർഷക തൊഴിലാളി ബാലകൃഷ്ണൻ, ജൈവ കർഷകൻ അഭിലാഷ്, യുവകർഷകൻ രതീഷ് അതിർക്കാട്, മികച്ച വിദ്യാർത്ഥി കർഷക മിഥുന, ക്ഷീരകർഷകൻ സഹദേവൻ കൊന്നയത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. കൃഷി ഓഫീസർ മുകുന്ദകുമാർ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് K പ്രീത നന്ദിയും പറഞ്ഞു. രാവിലെ കർഷകർ പങ്കെടുത്ത വിളംബര റാലിയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളി കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടി കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക മേഖലകളിൽ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കാർഷിക വിപ്ലവവും കാർഷിക സംസ്കാരവും ഒക്കെ പുതിയ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വരണം. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 18 പാടശേഖരങ്ങളിലെ മികച്ച കർഷകരെ ആദരിച്ചു. മികച്ച പാടശേഖരമായി വാവൂർ പാടശേഖരത്തെ തിരഞ്ഞെടുത്തു.
ജില്ലാ പഞ്ചായത്ത് അംഗം ഷഫ്ദർ ഷെരീഫ്, പറളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബിന്ദു, ചെമ്പകവല്ലി, കലാകണ്ണൻ, കെ പ്രീത, KM ബിന്ദു, KT രാമദാസ്, NR അംബിക, PK ചെന്താമരാക്ഷൻ, MT ജയപ്രകാശ്, MV രാജു, കിഷോർ കുമാർ, R രേഷ്മ, A ഷീല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭ CDSന് കീഴിലെ വാർഡ് 14 ADS ആര്യഞ്ചിറയുടെ നേതൃത്വത്തിൽ നാട്ടുചന്ത സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1 വിവിധ വാർഡുകളിലായി 4 ചന്തകളാണ് നടത്തിയത്. ചിങ്ങം 1 ഷൊർണൂർ നഗരസഭ CDSനു കീഴിൽ നാട്ടുചന്തകൾക്ക് തുടക്കം കുറിച്ചു. നഗരസഭ CDSനു കീഴിൽ വരുന്ന വാർഡ് 14 ADS ആര്യഞ്ചിറയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാട്ടുചന്ത നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വാർഡിലായിരുന്നു തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞ് 21-നും ഇത് രാവിലെ 23-നും അതുപോലെ ഇന്ന് 14-ാം വാർഡിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്കിവിടെ ഈ ചന്തയിൽ കാണാൻ സാധിക്കും. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ലക്ഷ്മണൻ നൽകി ചെയർമാൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ADS ചെയർപേഴ്സൺ ചാന്ദിനി അധ്യക്ഷയായിരുന്നു. കൗൺസിലർ ലക്ഷ്മണൻ, CDS ചെയർപേഴ്സൺ സിന്ധു, ADS കമ്മിറ്റി അംഗം ചന്ദ്രിക, CDS വൈസ് ചെയർപേഴ്സൺ ദിവ്യ എന്നിവർ സംസാരിച്ചു. 14-ാം വാർഡിലെ 13 യൂണിറ്റുകളുടെ വിവിധ ഉൽപ്പന്നങ്ങളാണ് നാട്ടുചന്തയിൽ ഒരുക്കിയത്. ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയായിരുന്നു. ഈ ചന്തയോടെ ചിങ്ങം 1 4 വാർഡുകളിലായാണ് നാട്ടുചന്ത സംഘടിപ്പിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിലും മറ്റു വാർഡുകളിൽ ഇത്തരത്തിൽ നാട്ടുചന്തകൾ ആരംഭിക്കുമെന്ന് CDS ADS ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ അഭൂതപൂർവമായ തിരക്ക്. ചിങ്ങപ്പുലരിയിൽ ദർശനത്തിനും വിവാഹത്തിനുമായി ആയിരങ്ങൾ ഗുരുവായൂരിലെത്തി. 162 വിവാഹങ്ങളാണ് ചിങ്ങം 1 നടന്നത്. വിവാഹങ്ങൾ കൂടുതലായതിനാൽ ദേവസ്വം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. താലികെട്ടിനായി ക്ഷേത്രനടയിലെ 4 കല്യാണ മണ്ഡപങ്ങൾ സജ്ജമാക്കി. കൂടാതെ കഴിഞ്ഞയാഴ്ച സമർപ്പിച്ച പുതിയ നടപ്പുരയിൽ വധൂവരന്മാരെയും ബന്ധുക്കളെയും ഇരുത്തി. പുലർച്ചെ മുതൽ വിവാഹച്ചടങ്ങുകൾ ആരംഭിച്ചു. ദർശനത്തിനും മറ്റ് വിവാഹച്ചടങ്ങുകൾക്കും ആളുകൾ ക്ഷേത്രത്തിൽ തടിച്ചുകൂടി. ഗുരുവായൂരിൽ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്കുണ്ടായി. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റി ചിങ്ങം 1 കണ്ണീർ ദിനമായി ആചരിച്ചു. കോങ്ങാട് ടൗണിൽ പ്രകടനവും തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വഞ്ചന ദിനമായിട്ട് ഈ ഒരു ദിവസം, കാരണം കർഷകരെ വഞ്ചിച്ച സർക്കാരിനോട് നമുക്ക് തിരിച്ച് ഈ തരത്തിലെ നമുക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായിരുന്നാലും നമ്മൾ വളരെ 2 ടേമുകളിലായിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ജനങ്ങളെ അറുതിയിലാഴ്ത്തുന്ന, പട്ടിണിയിലാഴ്ത്തുന്ന, കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്ന ഒരു സർക്കാരിന്റെ ഭരണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും അത്തരത്തിൽ ഒരു മാനസികമായിട്ട് അതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തി വരുന്നുണ്ട്. ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചേർക്കൽ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും കർഷക കോൺഗ്രസിന്റെ ആണെങ്കിലും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആണെങ്കിലും നമ്മുടെ മറ്റു പോഷക സംഘടനകളെ ആണെങ്കിലും ഒക്കെ ആളുകൾ അതത് സ്ഥലങ്ങളിൽ അവർക്ക് ചാർജുള്ള സ്ഥലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രോസസ്സ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MC വർഗീസ്, ജില്ലാ സെക്രട്ടറിമാരായ MP ജേക്കബ്, MP ജോയ് മുണ്ടനാടൻ, ഷൈജു, C വിനയൻ മാസ്റ്റർ, ഹരിദാസൻ, ഫൈസൽ, മണികണ്ഠൻ, PC അലക്സാണ്ടർ, PC മാത്യു, PK പ്രമേഷ്, TK പങ്കജാക്ഷൻ, PN വത്സകുമാർ, MC ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുരളി മാസ്റ്റർ സ്വാഗതവും ബിജു വർഗീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശശി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK സുരേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി രമേശ് എന്നിവർ സംസാരിച്ചു.
നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ചിറ്റൂർ തത്തമംഗലത്ത് കർഷക കോൺഗ്രസിന്റെ ചിങ്ങം 1 കണ്ണീർ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമേഷ് അച്യുതൻ. കർഷകരോടല്ല കോർപ്പറേറ്റുകളോടാണ് LDF സർക്കാരിന് താൽപ്പര്യമെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. നെൽവില ലഭിക്കുന്ന കാര്യത്തിൽ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF സർക്കാർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെടുന്നത് പാർട്ടി ആവശ്യപ്പെടുന്നത് കർഷകരെ സഹായിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ എല്ലാ കാലത്തും അത് കർഷകരെ സഹായിക്കുന്ന നിലപാടുണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന UDF സർക്കാരും അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി കർഷകരെ സഹായിക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. നെല്ല് സംഭരണ വില കിലോയ്ക്ക് 35 രൂപയാക്കുക, കുടിശ്ശിക എത്രയും വേഗം നൽകുക, ഇൻസെന്റീവ് വെട്ടിക്കുറച്ച നടപടി റദ്ദാക്കുക, വന്യമൃഗശല്യം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസ് ചിങ്ങം 1 കണ്ണീർ ദിനമായി ആചരിച്ചത്. കർഷക കോൺഗ്രസ് പ്രസിഡന്റ് K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. KC പ്രീത്, K. മധു, EM ബാബു, M. പോൾ, സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ, സൊക്കം ഇബ്രാഹിം, മുരളി, സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷക വഞ്ചനയ്ക്കെതിരെ കുഴൽമന്ദത്ത് സർക്കാരിന്റെ പ്രതീകാത്മക ശവദാഹം നടത്തി കർഷകർ. കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ചിങ്ങം 1 സർക്കാരിനെതിരെ പ്രതീകാത്മക ശവദാഹ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നെല്ല് സംഭരണ വിലയായി PRSന്റെ മേലിൽ വായ്പ നൽകുന്നതിനു പിന്നിൽ ഗൂഢലക്ഷ്യമാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രീയ കിസാൻ മഹാസഖ്യം ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബൈജു കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ കർഷക ദിനാചരണത്തിൽ നിന്ന് വിട്ടുനിന്നാണ് കർഷകർ വഞ്ചനാ ദിനം ആചരിച്ചത്. സർക്കാരിനെതിരെ കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്കായിരുന്നു കർഷകരുടെ പ്രതിഷേധ മാർച്ച്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KA വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ശരവണൻ, കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളുമായ MC മുരളീധരൻ, PR കരുണാകരൻ, KC അശോകൻ, സജീഷ് കുത്തനൂർ, പ്രകാശൻ പെരിങ്ങോട്ടുകുറിശി, രഘു മാത്തൂർ, ഉണ്ണികൃഷ്ണൻ മാത്തൂർ, മഹേഷ്, K. അപ്പു കോട്ടായി എന്നിവർ സംസാരിച്ചു. ഭൂമി തരംമാറ്റലിലൂടെ ലഭിച്ച 1500 കോടി രൂപ കർഷകർക്കും കാർഷിക പദ്ധതികൾക്കുമായി ഉപയോഗിക്കുക, സംഭരണ വില നൽകുക, നെല്ലിൻ്റെ സംഭരണ വില കിലോയ്ക്ക് 40 രൂപയാക്കുക, കർഷക ബജറ്റ് പ്രത്യേകം അവതരിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ വഞ്ചനാ ദിനാചരണത്തിൽ കർഷക കൂട്ടായ്മ ഉന്നയിച്ചു. കേരളത്തിലെ ഒരു ബാങ്കും കർഷകന് വായ്പ കൊടുക്കുകയില്ല, കർഷക സംഘടനകൾക്ക് വായ്പ കൊടുക്കില്ല. കാരണം കർഷകന് തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം, അതിനുള്ള വരുമാനമില്ല. അപ്പൊ എങ്ങനെയാണ് ബാങ്കുകളുടെ ഈ ആവശ്യത്തെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാവാം? അതിനു വേണ്ടിയിട്ട് കർഷക സ്നേഹികളും പാവപ്പെട്ടവന്റെ പാർട്ടി എന്നുണ്ടെങ്കിൽ വൃത്തികെട്ട സംവിധാനമാണ് നമുക്ക് വായ്പ തന്നിട്ട്, അതായത് നെല്ലിന്റെ പണ നമ്മൾക്ക് വായ്പയായിട്ട് തന്നിട്ട് ബാങ്കിന്റെ ഈ ആവശ്യത്തെ നിർവഹിക്കുക എന്നുള്ളത്. അങ്ങനെ ബാങ്കിനെ സംരക്ഷിക്കാൻ നമ്മളെ വിനിയോഗിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ കർഷക ദിനം ആചരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ ഹരിതം ക്ലബ്ബ്, സ്കൗട്ട് യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കർഷക ദിനം ആചരിച്ചത്. പ്രദേശത്തെ മികച്ച കർഷകയും പൂർവ്വ വിദ്യാർത്ഥിയുമായ KV രുക്മിണിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന അധ്യാപകൻ S. ശാന്തിലാൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് P. ദിവ്യ, വൈസ് പ്രസിഡന്റ് അനുരാജ്, SSG ചെയർമാൻ K. അശോകൻ, MPTA പ്രസിഡന്റ് ശരണ്യ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അൻവർ മണികണ്ഠൻ, സ്കൗട്ട് മാസ്റ്റർ K. മുഹമ്മദ് ഷിയാസ്, ക്ലബ്ബ് മാസ്റ്റർ ദിനൂപ്, A. രമ്യ, ചന്ദ്രിക, സ്മിത, ഷീല, സത്യനാരായണൻ, വിമല, ചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, ചന്ദന, കുമാരി, കാർത്തിക, T. ആനന്ദകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവല്ലോമല മലേശമംഗലത്ത് റബ്ബർ ഷീറ്റുകൾ ഉണക്കാനിട്ടിരുന്ന പുരയിൽ തീപിടുത്തം. ലക്ഷങ്ങൾ വില മതിക്കുന്ന റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ അണച്ചത്.
തിരുവല്ലോമല മലേശമംഗലം കൊട്ടാട്ടുകുന്ന് പ്രദേശത്തെ സിബിച്ചൻ ജോർജ് എന്ന വ്യക്തിയുടെ റബ്ബർ പുരയാണ് കത്തി നശിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. റബ്ബർ പുരയിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് പെട്ടത്. എന്നാൽ എപ്പോഴും ഈ ഭാഗത്ത് നിന്ന് പുക വരാറുള്ളതുപോലെയാകുമെന്ന് കരുതി. അല്പം കഴിഞ്ഞപ്പോൾ തീ ആളിക്കത്താൻ തുടങ്ങിയതോടെയാണ് അപകടം മനസ്സിലാക്കി നാട്ടുകാർ വടക്കാഞ്ചേരി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചത്. ഓഫീസർമാരായ ശ്യാംകുമാർ, ഗോപകുമാർ, ഷിബു, അൻഷാൽ, അക്ഷയ്, ഹോംഗാർഡ് ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി തീയണച്ചു. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമ സിബിച്ചൻ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മന്നത്തെ പത്മനാഭന്റെ വെങ്കല പ്രതിമ ഘോഷയാത്രയ്ക്ക് ലക്കിടി 2 NSS കരയോഗത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്മേളനം നടക്കുക, അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ BA ട്രെയിനിങ് കോളേജിൽ വന്ന് ഇരിക്കുക. അത് നമുക്ക് കൃത്യസമയത്തോടെ വന്ന് യോഗം നടത്തണം. ചേർത്തലിൽ നിന്ന് വരും, നമ്മുടെ രജിസ്ട്രാർ വരും. അപ്പോൾ നല്ലൊരു പ്രാതിനിധ്യം NSSൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പോൾ അവർക്ക് തോന്നണം ഒറ്റപ്പാലം നമ്മുടെ ഈ മേഖല പ്രബലമാണ് എന്ന് അവർക്ക്. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പി മുരളീധരൻ, M രാമദാസ്, VR ഷിബിൽ എന്നിവർ പ്രസംഗിച്ചു. ലക്കിടി മേഖലയിലെ 10ലേറെ കരയോഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SNDP യോഗം ഷൊർണൂർ ശാഖയുടെ 44ാം വാർഷിക പൊതുയോഗവും 2025-2028 വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പും മഞ്ഞക്കാട് സമാജം ഹാളിൽ നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി CC ജയൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ഷൊർണൂർ ശാഖയുടെ 44ാം വാർഷിക പൊതുയോഗവും 2025-28 ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നടന്നു. പതാക ഉയർത്തലോടെ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് ദീപം തെളിയിക്കലും ഗുരുസ്മരണയും ഉണ്ടായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി CC ജയൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളിതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗുരുദേവന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, സംഘർഷത്തിലുള്ള വിദ്യകളുടെ പ്രോഗ്രാമുകളും സന്ദേശങ്ങളെല്ലാം തന്നെ സമുദായങ്ങൾ ഏറ്റെടുത്തു. ശാഖ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരണം KS ദേവരാജൻ നിർവഹിച്ചു. ജമനി തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ സംഘടനാ വിശദീകരണം നടത്തി. സതീശൻ ചിറ്റാനിപ്പാറ ചതയാഘോഷ വിശദീകരണവും നടത്തി. ഷൊർണൂർ ശാഖ വൈസ് പ്രസിഡന്റ് S പുഷ്പവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കൗൺസിലർ SG മുകുന്ദൻ, പ്രവീൺ കണ്ടംപുള്ളി, TR ജോർജ്, രാജീവ് മാടമ്പി, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് രത്നകുമാരി, സ്വയംപ്രഭ, അഡ്വക്കേറ്റ് P അനിൽരാജ്, ദാസൻ, T സേതുമാധവൻ, UD ദിനേശൻ, KV കൃഷ്ണൻ, ഹേമ ഹറുമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. MS ബാബു സ്വാഗതവും സരോജൻ സേതുമാധവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽ 118 പേർക്കാണ് കട്ടിൽ നൽകിയത്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, C അനിത, K മിനിമോൾ, S ഗീത, അംബിക എന്നിവർ സംസാരിച്ചു. 118 വയോജനങ്ങൾക്കാണ് കട്ടിൽ നൽകിയത്. ICDS സൂപ്പർവൈസർ P പ്രമീള സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വടനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 14ാമത് വാർഷിക ജനറൽ ബോഡി യോഗം ഞായറാഴ്ച നടന്നു. പ്രധാനാധ്യാപിക ഗീത ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കുളപ്പുള്ളി IPT പാത നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വടനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഞായറാഴ്ച രാവിലെ സ്കൂളിൽ ചേർന്നു. ഹെഡ് മിസ്സസ് M ഗീത ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ക്ലാസ് മുറികൾ മാറിയിട്ടുണ്ട്, സ്കൂൾ മാറിയിട്ടുണ്ട്. സ്കൂളിന്റെ ഭൗതിക അന്തരീക്ഷങ്ങളൊക്കെ തന്നെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന നമുക്കിതപ്പോൾ നവംബർ ആകുമ്പോഴേക്കും
ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിയും. ബാക്കി എല്ലാ കാര്യങ്ങളിലും കേരളം ഇങ്ങനെ വളരെ മുൻപന്തിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ കാര്യത്തിൽ കേരളം പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കും. വി ടി ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അബ്ദുറഹ്മാൻ മാസ്റ്റർ അനുസ്മരണം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. NP ഉണ്ണികൃഷ്ണൻ അനുസ്മരണം P വിശ്വനാഥനും നിർവഹിച്ചു. പ്രസിഡന്റ് E ബാലൻ അധ്യക്ഷത വഹിച്ചു. K വേണുഗോപാലൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. TM മോഹനകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ച് മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. P ഗോവിന്ദൻകുട്ടി, K അശോകൻ, ശോഭന ടീച്ചർ, ഡോക്ടർ വേണുഗോപാലൻ, K വേണുഗോപാലൻ, K പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി, പ്രമേയ അവതരണം എന്നിവ നടന്നു. പട്ടാമ്പി നിള IPT പാത നിർമ്മാണം വേഗത്തിലാക്കുക, വാരണാസി റെയിൽവേ മേൽപ്പാലം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കൃഷിയിൽ വ്യത്യസ്തതയുമായി മണ്ണൂരിലെ യുവകർഷകന്റെ വിജയഗാഥ. മണ്ണൂർ നഗരിപ്പുറം സ്വദേശി AVM റസാഖാണ് മിശ്ര കൃഷിയിലൂടെ കൃഷി ആദായകരമാണെന്ന് തെളിയിക്കുന്നത്. 1.5 ഏക്കർ കൃഷിയിടത്തിൽ 20-ൽ പരം വ്യത്യസ്ത പച്ചക്കറി ഇനങ്ങളാണ് AVM റസാഖ് കൃഷി ചെയ്തിട്ടുള്ളത്. 1.5 ഏക്കർ ഭൂമിയിൽ 250-ൽ പരം നേന്ത്രവാഴകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവ വിളവെടുക്കാറായി. കപ്പ, ചേന, ചേമ്പ്, ഇഞ്ചി, കൂർക്ക, കൂവ, പയർ, തീറ്റപ്പുൽ, പൂവൻവാഴ തുടങ്ങിയവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പന്നിശല്യം ഒഴിവാക്കാനായി ചുറ്റും തകരമുപയോഗിച്ച് വേലികെട്ടി ഉറപ്പിച്ചു. ഇത്രയേറെ കൃഷി ചെയ്യുന്ന മണ്ണൂർ പഞ്ചായത്തിലെ തന്നെ ഏക കർഷകനാണ് AVM റസാഖ്. വരുമാനത്തിനപ്പുറം മാനസിക ഉല്ലാസം കൂടിയാണ് കൃഷിയെന്ന് മണ്ണിനെ പൊന്നാക്കുന്ന റസാഖ് പറഞ്ഞു. കാർഷിക മേഖലയിൽ ശ്രദ്ധയൂന്നി തുടങ്ങിയിട്ട് 35 വർഷമായി. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനു പുറമെ മിതമായ വിലയ്ക്ക് പച്ചക്കറി വിൽപ്പനയും നടത്തുന്നുണ്ട്. ജൈവരീതിയിലാണ് കൃഷി. പച്ചക്കറി കൃഷിക്ക് പുറമെ പോത്തുകളെ വളർത്തുന്നതും റസാഖിന് ഹരമാണ്. പല കർഷകരും പ്രകൃതിയെ കുറ്റം പറഞ്ഞ് പച്ചക്കറി ഒഴിവാക്കുമ്പോൾ പച്ചക്കറി കൃഷിയുമായി ജൈത്രയാത്ര തുടരുകയാണ് ഈ യുവ കർഷകൻ. ഇതിൽ 1 ഏക്കർ 73 സെന്റ് സ്ഥലമാണ് മൊത്തമുള്ളത്. ഇതിൽ നമ്മൾ വിവിധ തരം കൃഷികളാണ്. കഴിഞ്ഞ പ്രാവശ്യം 1-ാം വിള 50 സെന്റ് ചെയ്തിരുന്നല്ല, കഴിഞ്ഞ വർഷത്തിൽ 2-ാം വിള 1 വിള ചെയ്തതാണ്. പിന്നെ അതിനുശേഷം 1-ാം വിള ഇവിടെ പരക്കെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിൽ കപ്പ, വാഴ, ചേന, ചേമ്പ്, അങ്ങനെ വിവിധ കൂവ, പയറ്, കൂർക്ക, അങ്ങനെ വിവിധ ഇനം മധുരക്കിഴങ്ങടക്കമുള്ള ഇഞ്ചി എല്ലാ കൃഷികളും ചേർത്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പയർ നമ്മൾ 2-3 ദിവസമായിട്ട് എല്ലാ ദിവസങ്ങളിലും ഒരു 10-15 കിലോ ഡെയിലി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല 70 രൂപ പ്രകാരം ഉപഭോക്താക്കൾ ഇഷ്ടം പോലെ ആവശ്യക്കാരും യഥേഷ്ടമുണ്ട്. അതുകൊണ്ട് വലിയ നഷ്ടത്തിലല്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഇപ്പോൾ കൃഷി നിൽക്കുന്നത് പയറിൻ്റെ. ബാക്കി വാഴ നമുക്ക് ഏകദേശം ഒരു 120ഓളം കൊല ഓണത്തിന് വെട്ടാനായി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കാര്യത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സബ് ജില്ലാതല രാമായണ മാസാചരണം കൂനത്തറ GVHSSൽ സംഘടിപ്പിച്ചു. AEO സുവർണകുമാരി ഉദ്ഘാടനം ചെയ്തു. കൂനത്തറ GVHSS PTA പ്രസിഡന്റ് DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി സിജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. KVR ഹൈസ്കൂൾ അധ്യാപകൻ രാമപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ VHSE പ്രിൻസിപ്പാൾ ജിനീഷ് കുമാർ, വാണിയംകുളം TRKHSS അധ്യാപകൻ രാജേഷ്, ഡോക്ടർ KV രാജീവ്, രാമപ്രസാദ്, VS ശിരോമണി എന്നിവർ പ്രസംഗിച്ചു. കൗൺസിൽ സെക്രട്ടറി അജിത കൃതജ്ഞത രേഖപ്പെടുത്തി. UP ഹൈസ്കൂൾ വിഭാഗത്തിൽ രാമായണ പാരായണം, പ്രശ്നോത്തരി, LP UP ഹൈസ്കൂൾ വിഭാഗത്തിൽ വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. തുടർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കളംപാട്ട് ശില്പശാല നടന്നു. നഗരസഭാ കൗൺസിലർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാനസ ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. അലി പള്ളം സ്വാഗതം പറഞ്ഞു. 2025 കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അഴകോടെ
അഡ്വക്കേറ്റ് പ്രഭാശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. കടന്നമണ്ണ ശ്രീനിവാസനെ സന്തോഷ് കുമാർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. രാമകൃഷ്ണൻ മാസ്റ്റർ, ബിന്ദു, സുധാകരൻ പാലാട്ട്, മുരളി, ഉണ്ണികൃഷ്ണൻ, ശ്രീജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് 88ാമത് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. 2024-25 സാമ്പത്തിക വർഷം മെമ്പർമാർക്ക് 10% ഡിവിഡൻഡ് നൽകാൻ യോഗം തീരുമാനിച്ചു. ഇത് പരിശോധിച്ച് ഇത് ഉത്തരമാക്കുക. ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചത് ചട്ടപ്രകാരമുള്ള 7 ദിവസം ഒഴിവാക്കി ഇത് കഴിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ അവർക്ക് കൂടി അവസരം ഇപ്രാവശ്യം അനുവദിക്കാവുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ പറയാൻ കഴിയൂ. ചിലത് ഇപ്പോൾ തന്നെ മറുപടി നൽകാൻ വേണ്ടി കഴിയും. ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാമനുണ്ണി ഇവിടെ ഉണ്ട്. അദ്ദേഹം അത് ഇതിൻ്റെ അവസാനമോ നമ്മുടെ അതിൻ്റെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കും. അങ്ങനെയുള്ള രൂപത്തിൽ ഒരു ജനകീയമായ ഇൻട്രാക്ഷൻ ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ണയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലായിരുന്നു വാർഷിക പൊതുയോഗം. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KN ശിവദാസൻ സ്വാഗതം പറഞ്ഞു. 100 കോടി രൂപയുടെ ബിസിനസ്സുള്ള ബാങ്കിന് 557 കോടി രൂപ നിക്ഷേപവും 295 കോടി രൂപ വായ്പയുമുണ്ട്. 2024-25 വർഷത്തെ ഭരണ റിപ്പോർട്ട്, ഡിവിഡൻഡ് പ്രഖ്യാപനം, 2026-27 വർഷത്തെ കരട് ബജറ്റ് എന്നിവ ചെയർമാൻ യു രാജഗോപാൽ അവതരിപ്പിച്ചു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി ബൈലോ ഭേദഗതി അവതരിപ്പിച്ചു. മെമ്പർമാരുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. ബാങ്ക് പ്രൊഫഷണൽ ഡയറക്ടർ M വിജയൻ, ഡയറക്ടർമാരായ KP സുധീർ, A അബ്ദുൽ നിഷാജ്, അഡ്വക്കേറ്റ് സജില R സിംഗ്, C ഗിരിജ, CR ലാസ്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം തോട്ടക്കര കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 19-ന് മഹാചണ്ഡികാ ഹോമം നടത്തും. നാടിൻ്റെ സർവൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ദോഷ പാപ ദുരിത പരിഹാരത്തിനുമായാണ് ഹോമമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19-ന് രാവിലെ 9 മണിക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പാരമ്പര്യ തന്ത്രികളായ ഡോക്ടർ KN നരസിംഹ അടികയുടെയും KN സുബ്രഹ്മണ്യ അടികയുടെയും കാർമ്മികത്വത്തിലാണ് മഹാചണ്ഡികാ ഹോമം നടക്കുക. കളരിക്കൽ ക്ഷേത്രം തന്ത്രി പനാവൂർ മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതിമാരുടെ അവതാരകഥകൾ വർണ്ണിക്കുന്ന ദേവീമാഹാത്മ്യത്തിലെ 700ഓളം ശ്ലോകങ്ങൾ ജപിച്ച് വെള്ളനിവേദ്യവും പായസവും മറ്റ് ഹോമദ്രവ്യങ്ങളും ഹോമകുണ്ഡത്തിലെ അഗ്നിയിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് മഹാചണ്ഡികാ ഹോമം. ക്ഷേത്രങ്ങളിൽ അപൂർവമായി നടക്കാറുള്ള ഹോമമാണിതെന്നും ഉച്ചയ്ക്ക് 1 മണിയോടെ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിസ്ഥാനമാക്കി വളരെയധികം ഭക്തർ മൂകാംബികയിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഹോമം ഇവിടെ തോട്ടക്കര ശ്രീ കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്നതിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ സർവൈശ്വര്യത്തിനും ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്കും പുരോഗതി ദോഷപാപ പരിഹാരത്തിനും വേണ്ടിയാണ് ഈ ഹോമം ഇവിടെ നടത്താൻ തീരുമാനിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ സ്ഥലം, പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ക്ഷേത്രത്തിൻ്റെ സൗകര്യം ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം അത് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ചേർക്കപ്പെട്ട സ്ഥലം, ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ പുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കളരിയുടെ ഭാഗം എന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ആയുധക്കളരിയും മറ്റും പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി പിന്നീട് ക്ഷയിച്ചു പോവുകയും ആ ക്ഷയിക്കപ്പെട്ട ആ പ്രദേശത്തുണ്ടായ അനർത്ഥങ്ങൾക്കും ദോഷപാപ ദുരിതങ്ങൾ ഒരു പരിഹാരമെന്ന നിലയിലാണ് ആ പ്രദേശത്ത് ജനങ്ങളുടെ വലിയ ഒരു കൂട്ടായ്മയോടുകൂടി പങ്കാളിത്തത്തോടുകൂടി ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ കളരിക്കൽ ഭഗവതി ക്ഷേത്രം. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സത്യൻ പെരുമ്പറക്കോട്, P ഗോവിന്ദൻകുട്ടി, അഡ്വക്കേറ്റ് K വിജയരാഘവൻ, M അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റൊലി. ചിങ്ങം പിറന്നിരിക്കുന്നു. ഇനി ഓണക്കാലമാണ്. വിപണിയിൽ ഓണക്കാലം ആകർഷകമായ ഓഫറുകളുടെ കാലമാണ്. വിലക്കുറവും സമ്മാനങ്ങളും ഉൾപ്പെടെയുള്ള വിപണിയൊരുക്കുന്ന ഓണക്കാല ഓഫറുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മാറ്റൊലിയിലേക്ക്. വില
അതേപോലെ ഓണം ഓഫറുകളൊക്കെ ആര് നടത്തുകയാണെങ്കിലും അവർക്ക് ലാഭമില്ലാതെ ഒന്നും തന്നെ സാധാരണ ഓഫറുകൾ നടത്താറില്ല. എന്നാലും അത് സാധാരണക്കാർക്ക് ഗുണകരമാകുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഓണത്തിന് എല്ലാവർക്കും ഒരു ഇത്രയും വിലക്കുറവിന് കിട്ടുന്ന സാധനങ്ങൾക്ക് അത് നല്ല കാര്യമാണെന്നാണ് അഭിപ്രായം. നിലവിൽ ഒരു ഓണക്കാലം കൂടി വരവായി. നമ്മുടെ ഓണമെന്ന് പറയുന്നത് പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഉത്സവകാലമാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ കടകളിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള ഓണം ഓഫറുകളെല്ലാം നടക്കുന്നുണ്ട്. ഓണം ഓഫറുകൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത്തരത്തിൽ ആകർഷിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ നമ്മൾ ഓണം ഓഫർ എടുക്കാൻ പാടുള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും. മൗനം വെടിഞ്ഞ് സുരേഷ് ഗോപി. ആരോപണങ്ങളുമായി രംഗത്തു വന്ന വാനരന്മാർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം താൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി. പ്രത്യാശയുടെ ചിങ്ങം പിറന്നു. ഇനി ആഹ്ലാദാരവങ്ങളുടെ ഓണക്കാലം. മലയാളത്തിന് ഇത് പുതുവത്സര പിറവിയും പുത്തൻ നൂറ്റാണ്ടിന്റെ ആരംഭവും. ചിങ്ങം 1 കേരളം കർഷക ദിനമായി ആചരിക്കുന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്യവ്യാപകമായും സംസ്ഥാനത്താകെയും സമഗ്രമായ ചർച്ചകൾ അനിവാര്യമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. ചിങ്ങം 1 കണ്ണീർ ദിനമായി ആചരിച്ച് കർഷക കോൺഗ്രസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വഞ്ചനയ്ക്കെതിരെ വൻ പ്രതിഷേധം. കർഷക വഞ്ചനയ്ക്കെതിരെ കുഴൽമന്ദത്ത് സർക്കാരിന്റെ പ്രതീകാത്മക ശവദാഹം നടത്തി ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി. വാളയാറിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 വീട്ടമ്മമാർ മരിച്ചു. അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. ഒരു കുട്ടിയുടെ നില ഗുരുതരം. അപകടം 2 കുടുംബങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിറകിലിടിച്ച്. ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ അഭൂതപൂർവമായ തിരക്ക്. ദർശനത്തിനും വിവാഹത്തിനുമായി ഗുരുവായൂരിലെത്തിയത് ആയിരങ്ങൾ. ചിങ്ങം 1 നടന്നത് 162 വിവാഹങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.